ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മത്തങ്ങയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് മത്തങ്ങ കൊണ്ടൊരു വിഭവം. അപ്പോൾ കുറച്ച് ദിവസമെന്ന് വെച്ചാൽ 2-3 ദിവസമായി ഫ്രിഡ്ജിൽ മത്തങ്ങ വെച്ചിരിക്കണം. അപ്പോൾ ആദ്യം ചിന്തിച്ചു മത്തങ്ങയും ചെമ്മീനൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തോന്നി നോക്കുമ്പോൾ പിള്ളേർക്കൊരു 4 മണി പലഹാരം ഇല്ല, എന്നാൽ പിന്നെ ഒരു പലഹാരമാക്കി എടുക്കാമെന്ന് വിചാരിച്ച് 2-3 ദിവസമായി എടുക്കണം. അപ്പോൾ ഞാൻ അതിനെടുത്തൊന്ന് കഴുകി തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 1/2 കിലോ കാണുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കിതിനെ കുക്കറിൽ ഇട്ട് 2-3 വിസിലൊക്കെ അടിച്ച് നന്നായിട്ട് പൊടിയുന്ന രീതിയിൽ വേണം നമുക്കിതിനെ വേവിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിതിനെ വേവിക്കാം. ഇതേ മത്തങ്ങനെ കഴുകി നന്നായി വാരിയുണ്ട്. അപ്പോൾ അതേ പാകത്തിനുള്ള വെള്ളം ഉപ്പൊക്കെ ഇട്ട് ഞാൻ വേവിക്കാൻ വെക്കുന്നത്. അപ്പം നമ്മുടെ കുക്കറിൽ നമുക്കിനി അതിനിറക്കി വയ്ക്കാം. നന്നായി ഇന്ന് ചൂടൊക്കെ ആറട്ടെ. നമ്മുടെ കുക്കർ നമ്മൾ ഇറക്കി വെച്ചത് ചൂടാകുന്ന നേരം കൊണ്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യരിക്ക് ഒഴിക്കാം. ഒരു ചെറിയൊരു മുറി തേങ്ങ ഞാൻ കൊത്തി വെച്ചിട്ടുണ്ട്, അത് ഇതിൽ വറുത്തെടുക്കാനായിട്ടാണ്. അപ്പോൾ അതായത് നമ്മുടെ തേങ്ങ നമ്മളിത് ഈ പരുവത്തിന് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ അതായത് നമ്മുടെ മത്തങ്ങ ചൂടാറി നന്നായി വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് പൊടിയിട്ട് കൊടുക്കണം. അപ്പോൾ അതായത് നമ്മൾ ശർക്കര ഒരു 100 ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളൂ. കാരണം മത്തങ്ങയ്ക്ക് അത്യാവശ്യം മധുരം ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് ശർക്കര ഒരുക്കിയത് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് നന്നായി ഇനി ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിത് ഏലക്കായും പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ വറുത്ത് വെച്ച തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൈ കൊണ്ട് പിടിക്കാവുന്ന രീതിയിലുള്ള പരുവത്തിന് നമ്മളിതിൽ പൊടിയിട്ട് കൊടുക്കണം കേട്ടോ. നമുക്കൊന്ന് പിടിച്ച് നോക്കാം ഇതെങ്ങനെ ആവുന്നുള്ളത്. ഞാൻ ദേ ഒരു 1/2 ഗ്ലാസ് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ എനിക്ക്. നമുക്ക് ഈ മത്തങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ ഉരുട്ടാനായാലും ഇങ്ങനെ പിടിക്കാനായാലും പറ്റണ ഇതിലുള്ള പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനൊരു 1.5 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് കുഴച്ച് നോക്കാം. നമ്മുടെ മത്തങ്ങേനെ ഈ പരുവത്തിലാക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഉരുട്ടിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കുഞ്ഞെ ഉരുളയായിട്ട് നമുക്ക് കയ്യിലിട്ട് ഇങ്ങനെ കോഴിമ്പിടിയൊക്കെ ഉണ്ടാക്കണ പോലെ ഇങ്ങനെ കുഞ്ഞ് ഉരുളയാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇത് ആവിമ വെച്ച് വേവിക്കാനുള്ളതാട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മത്തങ്ങ ഉണ്ട പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞിട്ട് ഇഡ്ഡലി ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ചതിന് നമുക്ക് ഇതിലേക്ക് ആക്കിയാൽ മതി. അപ്പോൾ ഇതിനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇനി നമ്മുടെ മത്തങ്ങേനെ നമുക്ക് അടച്ച് വേവിക്കാം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ മത്തങ്ങ അപ്പോൾ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചിട്ട് നമ്മുടെ മത്തങ്ങ അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒട്ടും ഒട്ടിപ്പിടിക്കണില്ല. അപ്പോൾ നമുക്കിതിനെ തീ ഓഫാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഞാൻ മത്തങ്ങ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിലൊക്കെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടാക്കുന്നത് മത്തങ്ങ അപ്പം പോലെയാണ്. ഇതിപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഒരു കൗതുകം കൂടി തോന്നിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഉണ്ടൊക്കെ ആയിട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് മത്തങ്ങ ഉണ്ടാന്ന് ഞാനായിട്ട് പേരിട്ട് കൊടുക്കാണ്. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഉണ്ട നല്ല അടിപൊളിയായിട്ട് ഞാൻ എന്തായാലും ഒരെണ്ണം കഴിച്ച് കാണിക്കാം. വേണ്ട നമ്മുടെ വെന്തട്ടൊക്കെ ഉണ്ട്, മധുരമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന മത്തങ്ങ അനുസരിച്ചായിരിക്കണം നമ്മുടെ പൊടി ഇടുന്നത്. കാരണം വെച്ചാൽ മത്തങ്ങ അങ്ങനെ എപ്പോഴും വഴുവഴുന്നിരിക്കുന്ന സാധനമാണ് വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ മുറുക്കം കിട്ടണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് പൊടി ഇടണം. അപ്പോൾ പൊടി ഇടുമ്പോൾ അതുപോലെ നമുക്ക് തേങ്ങക്കൊത്തും ശർക്കര നീരും
എല്ലാം കൂടുതൽ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരു സബ്സ്ക്രൈബ് എങ്ങനെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ എൻ്റെ ബായ്. വെറുതെ പറയില്ല കേട്ടോ, ഇത് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ്. ഇപ്പം മത്തങ്ങ അപ്പം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്ലേറ്റിൽ ഈ കിണ്ണത്തപ്പം കോരി വയ്ക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കണം. അതിനേക്കാളൊക്കെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് അതിലത് കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നും. അപ്പോൾ നന്നായിട്ടുണ്ട്, നല്ല രസമുള്ള പലഹാരമാണ്. അപ്പം മത്തങ്ങയൊക്കെ വീട്ടിൽ ഇത്തിരി ബാക്കി വന്ന് ഇങ്ങനെയൊക്കെ എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു സ്നാക്സ് പോലെ കാണാം അതിനെ. അപ്പോൾ എല്ലാവർക്കും ബൈ.